ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിപ്പോൾ ഉള്ളത് കൊർഫുഖാനിലെ നജീദ് അൽ മക്സാർ ഹെറിറ്റേജ് വില്ലേജിലാണ്. ഈ വില്ലേജിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു പാർക്കിംഗ് വരുന്നത്. പാർക്കിംഗ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് കാണാം. ഇതിവരെ ഇലക്ട്രിക് റൂം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ബിൽഡിംഗാണ്. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു പുതിയൊരു പരിപാടി ഇവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല മലകളാണ്. പിന്നെ മലേൻ്റെ നേരെ അടിഭാഗം നമുക്കിവിടെ ഇങ്ങനെ കാണാം. ഇവിടെ ഒരു ഫാമിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഫുള്ള് മലകളാണ്. ഇതാണ് ആ ഹെറിറ്റേജ് വില്ലേജ് വരുന്നത്. വില്ലേജിൻ്റെ പുറത്തുനിന്നുള്ളൊരു ഫുൾ വ്യൂ നോക്കുമ്പോൾ എങ്ങനെയാണ്. ഇതിൽ ഒരുപാട് പണ്ടത്തെ വീടുകളുടെ ഒരു മാതൃകയാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു എൻട്രൻസ് വരുന്നുണ്ട്, അതേപോലെ ആ സൈഡിലൊരു എൻട്രൻസ് വരുന്നുണ്ട്. നമുക്ക് ഈ ഭാഗത്ത് കൂടെ കയറി വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഓരോരോ വീടുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിത് ഇങ്ങനെ കയറി വെക്കാം. ഇതൊക്കെ കല്ല് കൊണ്ടും പിന്നെ അതിൽ ഒരു മിശ്രിതം, എനിക്കൊന്ന് സിമെൻറ്റാണ്, അതിലൊരു മണ്ണ് മോഡലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഇതൊക്കെ വെച്ചിട്ടുള്ളത് മരം കൊണ്ടാണ്. ഇവിടെയൊക്കെ കല്ലുകളാണ്. അവരുണ്ടാക്കിയുള്ള രീതി നാച്ചുറലായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ പണ്ടത്തെ ആ ഒരു രീതി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പോവാം. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോം വീട് കാണാം. ഇതിൽ ഫുള്ള് വീടുകളാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു വീടാണ്, ഒരു വീടിൻ്റെ ഒരു മാതൃകയാണ്. ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഹൗസ് നമ്പർ 1. പിന്നെ ഇത് ഹൗസ് നമ്പർ 2 എന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ട്. ഇത് അവർ ഗേറ്റ് അവർ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ കാണാം. ഇവിടെ ഇങ്ങനെ ഒരു ഇരിക്കുന്ന ഒരു 2 ചെയർ ഇട്ടിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു മരം. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ ആ തണലിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നൊരു സംഭവത്തിലാണ് അവർ കാണിച്ചിട്ടുള്ളത്. അതേപോലെ വീടിൻ്റെ മുമ്പിൽ ഒരു ഇരിക്കുന്ന ഒരു തറ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു മരം കൊണ്ടുണ്ടാക്കിയൊരു ചെറിയൊരു മതിലാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇരിക്കുന്ന ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. റാന്തൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ ഒരു വ്യൂ നോക്കുമ്പോൾ നേരെ ആ മലൻ്റെ താഴ്ഭാഗത്തേക്കാണ് നമുക്ക് ഒരു വ്യൂ വരുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഫുള്ള് ഓല കൊണ്ടാണ് വിരിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകൾക്ക് പോകുമ്പോൾ വേറൊരു വീടുകൾ കാണാം. പിന്നെ നമുക്ക് മുകൾക്ക് കയറി പോവാണ്. ഇതൊരു മലൻ്റെ മുകളിലാണ് ഇതിൻ്റെ സംഭവങ്ങളും ഈ വീടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സെയിം അതേപോലെ തന്നെയാണ്. ഫുൾ പാറകൾ കൊണ്ടുണ്ടാക്കിയ ചവിട്ടുപടികളൊക്കെയാണ് സൈഡിൽ. അതേപോലെ തന്നെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ വരുമ്പോൾ പല പല ഭാഗത്തേക്ക് പോകും. ഈ ഭാഗത്തേക്കൊന്ന് പോവാം. പിന്നെ ഇത് മുകൾക്കാണ് പോകുന്നത്. ഇതും അതേപോലെ മുകൾക്കാണ് പോകുന്നത്. ഈ ഒരു സൈഡിൽ വേറൊരു വീടും കൂടെ ഉണ്ട്. നമുക്ക് ആ ഭാഗത്തൊന്ന് പോയേക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട വീടിൻ്റെ അതേ ഒരു രീതിയല്ല. ഇവിടെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണാണ്. ഇവിടെ ഒരു മുന്നിലൊരു ഷെഡ് മോഡലുണ്ട്. 4 തൂണിൽ വെച്ചിട്ടൊരു ഷെഡ് മോഡലുണ്ട്. പിന്നെ ഒരു വീട് മോഡൽ, കൂടുതൽ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാതെ. പക്ഷേ അവരെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇത് ഒതുടുക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ഷെഡ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒതുടുക്കാനൊക്കെ വേണ്ടിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഇതിൽ വെള്ളമില്ല. അപ്പോൾ നമ്മൾ ഇൻ കേസ് നിസ്കരിക്കണമെന്നൊക്കെ ഇവിടെ മുസല്ലൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നിസ്കരിക്കണമെങ്കിലൊക്കെ ഒതുള്ളവർക്ക് ഇവിടെ നിസ്കരിക്കാൻ പറ്റും. തന്നെ ഈ വീടിൻ്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനൊരു വഴി വരുന്നുണ്ട്. അതെന്താ നമ്മൾ പോയേക്കാം. ഇതൊരു എൻഡാണ്. ഇവിടുന്ന് ഒരു വ്യൂ ആണ്. ഇവിടുന്ന് ഒരു ഫാം വ്യൂ ആണ്. ഉള്ളിൽ കൂടി ഒരു റോഡ് പോകുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലേക്കുള്ള റോഡൊക്കെ ആയിരിക്കും. ഈ ഭാഗത്തു കൂടെ നോക്കുമ്പോൾ കുറേ ഈത്തപ്പനത്തിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. നേരെ അപ്പുറത്തൊരു കുറേ ഇങ്ങനെ വലിയ മലകളാണ്. ഈ ഒരു വഴി എൻഡാണ്. അങ്ങനെ ഈ വീടിൻ്റെ അവിടെ നേരെ ഇങ്ങനെ വന്നാൽ ഇങ്ങോട്ടൊരു വഴിയുണ്ട്. നമുക്ക് അവിടെ ഇങ്ങനെ കയറി നോക്കിയാൽ നേരെ ഇങ്ങനെ പോവും. ഇങ്ങനെ വരുന്നപ്പോൾ ഇത് ഇവിടെ നേരത്തെ നമ്മൾ വന്ന് ഇനി നേരെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി വെക്കാം. ഇത് വേറൊരു വീടിൻ്റെ മാതൃക. ഇവിടെ ഉള്ളത് ഗേറ്റ്. പിന്നെ ഇവിടെ ഇതെന്താണ് ഇരിക്കാനുള്ളതാണോ എന്താ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല.
നമ്മളെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ഒരു ബെഞ്ച് ഉണ്ട്. പിന്നെ വാതിൽ ഒരു ജനൽ, ഇതും ഓല കൊണ്ടാണ്. മുകളിൽ അതിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ മരങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിരിക്കും അവർ മണ്ണുകൊണ്ട്, പണ്ട് കാലത്ത് മണ്ണുകൊണ്ട് ഒരു മേൽക്കൂര ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഷെഡ് അത് അവർ ഓല കൊണ്ടൊക്കെയാണ് മറിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇങ്ങനെ മുകളിൽ പോകുമ്പോൾ ഇവിടെ വേറൊരു വീട് കാണാം. ഈ വീടിൻ്റെ ഒരു ചെറിയൊരു എൻട്രൻസ് ആണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ആ ഒരു സൈഡിലായിരിക്കാം അതിൻ്റെ ഒരു വേറൊരു ഭാഗം വരുന്നത്. പക്ഷേ നമുക്ക് ഇത് ലോക്ക് ആയതുകൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇവിടെ ഇഷ്ടമോളെ കാണാം. ഇഷ്ടമോൾ സേ ഹായ് 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 പറഞ്ഞ ഇങ്ങോട്ട് തിരി ഹായ്. അങ്ങനെ ഇത് ഹൗസ് നമ്പർ 5 എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വേറെ രീതിയിലാണ്. ഇവിടെയുള്ള വീടുകളൊക്കെ ഡിഫറെൻ്റായ രീതിയിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം. ഇതിൽ കയറി നോക്കുമ്പോൾ ഇവിടെ 2 ചെറിയ ബെഞ്ചും പിന്നെ ഒരു നീളത്തിലെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കത്തിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഷെഡിൻ്റെ മേൽക്കൂര ഇട്ടിട്ടുള്ളത് ഓല കൊണ്ടാണ്. ഈത്തപ്പനൻ്റെ ഓലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഈ ഒരു മതിൽ ആ ഒരു സംഭവമൊക്കെ അവരുണ്ടാക്കിയിട്ടുള്ളത് മരം കൊണ്ടാണ്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ അടിപൊളി വ്യൂ ആണ്. ഈ ഒരു മലൻ്റെ താഴ് ഭാഗത്താണിത്. നമ്മളവിടുന്ന് കണ്ട ആ ഒരു ഫാമിൻ്റെ ഏരിയയൊക്കെയാണ്. ഇവിടെ ആ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ റോഡ് കാണിച്ചു തന്നില്ല, ആ റോഡാന്ന് തോന്നുന്നു. അങ്ങനെ അടിപൊളിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു റാന്തൽ വെൽക്കിൻ്റെ ഒരു മാതൃകയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഷെഡാണ്. ഇതിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു വാതിലുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പാണ്. ഈ വീട്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, അത് അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഹൗസ് നമ്പർ 5ൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. അങ്ങനെ ഹൗസ് നമ്പർ 5 നമ്മൾ വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. ഇതാണ് ഏറ്റവും ടോപ്പിലേക്ക് വരുന്നത്. ഇവിടെയും ഏറ്റവും ടോപ്പിൽ എന്താ സംഭവം നമുക്കൊന്ന് പോയേക്കാം. ഇവിടെ ഇങ്ങനൊരു ഭാഗമാണ്. ഇവിടെ കുറച്ച് പാറകളൊക്കെ ഉണ്ട്. അതൊന്നും അവർ കളയാതെ തന്നെ അവർ അത് നിർത്തിയിട്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നേരെ നമുക്ക് ഇങ്ങനെ പോയേക്കാം. ഇവിടെ ഒരു വീടുണ്ട്. ഇത് കുറച്ച് ഒരു മുകൾക്കൊക്കെ വരുന്നൊരു വേറൊരു ഡിസൈനാണ്. ഇങ്ങനെ പോയേക്കാം. ഇത് ഹൗസ് നമ്പർ 6 ആണ്. ഹൗസ് നമ്പർ 6ൻ്റെ ഡിസൈൻ വരുന്നത് നേരത്തെ ഹൗസ് നമ്പർ 7, ഹൗസ് നമ്പർ 6 ഇത് 2 വീടാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ വരുന്നത് ഹൗസ് നമ്പർ 6, ഹൗസ് നമ്പർ 7 ഇത് 2 വീടാണ്. ഇതെങ്ങനെ 2 വീട്? ഓ ഫൈൻ. കാരണം അത് ഹൗസ് നമ്പർ 6 ആണ്, ഇത് ഹൗസ് നമ്പർ 7 ആണ്. ഇത് രണ്ടും അടുത്തടുത്താണ്, വലിയ ഡിഫറൻസ് ഇല്ലാതെ അടുത്തടുത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് 1-2 കുടുംബക്കാരാവും, ഏട്ടൻ അനിയന്മാരൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ഈ ഒരു പാറ്റേൺ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഇത് വരുന്നത് ഇത് കുറച്ച് ഉയർന്ന് വേണ്ടാണ് ഈ ഒരു വീടിൻ്റെ ഒരു മാതൃക വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ്, അങ്ങനെ അവിടെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ ഒരു വീടായിട്ടാണ്. ഓക്കെ, ഈ വീടിന് 2 വിൻഡോ ഒരു ഡോറായിട്ടാണ്. ഇത് ഒരു മെയിൻ ഗേറ്റാണ്. ഈ 2 ആൾക്കും കൂടിയ ഒറ്റ മെയിൻ ഗേറ്റാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഹൗസ് നമ്പർ 7 കഴിഞ്ഞു. നമ്മൾ നേരെ ഇങ്ങനെ പോകുമ്പോൾ ഇത് വരെ ഇലക്ട്രിക് കൺസ്ട്രക്ഷൻ്റെ പരിപാടിയൊക്കെ ആയിട്ടായിരിക്കും. അങ്ങനെ വീണ്ടും നമുക്ക് മുകളിലേക്ക് പോവാം. വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഒരു വീടിൻ്റെ മുകൾ ഭാഗമായിട്ട് വരുന്നത്. സിമ്പിളായിട്ട് പ്ലെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു ക്യാഷുള്ള ആൾക്കാർ വീടൊക്കെ ഇങ്ങനെ ആയിരിക്കാം. പിന്നെ അപ്പുറത്ത് കാണുന്നത് ഫുള്ള് ഓല കൊണ്ടാണ്. അപ്പോൾ ആ ഒരു വീട് ഒരു ഓല കൊണ്ടാണ് ഉണ്ടാക്കിയില്ല മുകൾ ഭാഗമൊക്കെ. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് വീടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് മുകൾ ഭാഗം മണ്ണോടൊക്കെ മേൽക്കൂര ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ഓല കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓല കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതിങ്ങനെ ചിലപ്പോൾ നല്ല മഴ ആ ഒരു അതിൻ്റെ എന്താ പറയുക വാലിഡിറ്റി കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ കുറച്ചിട്ടുണ്ടെങ്കിൽ മാറ്റേണ്ടി വരും. അപ്പോൾ അന്നത്തെ കാലത്ത് കുറച്ചൊരു ക്യാഷുള്ളവരൊക്കെ മണ്ണോണ്ടൊക്കെ ആയിരിക്കും മേൽക്കൂര ഉണ്ടാക്കില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഒരു മെത്തേഡ് ചൂസ് ചെയ്യാത്തത്. പിന്നെ അവിടുന്ന് കഴിഞ്ഞിട്ട് ഇനിയും മുകളിലേക്ക് പോകണം. ഇനി മുകളിലേക്ക് പോകുന്ന ആ ഒരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത്.
പിന്നെ കുറച്ചും കൂടെ ഇതാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഒരു കോട്ട മോഡലുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നതിലും ഇതേപോലെ തന്നെയാണ്. മരത്തിൻ്റെ ഒരു ഇതാണ് ഒരു മതിൽ കൊടുത്തുള്ള മരത്തും കൊണ്ടാണ്. പിന്നെ ഈ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ നമുക്ക് നടന്ന് പോകാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യൂ നോക്കുമ്പോൾ അടിപൊളിയായിട്ട് ഇവിടെ ഒരു എന്താ പറയുക മതിലോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു വ്യൂ അടിപൊളി വ്യൂ ആണ്. നമുക്ക് ആ മലകൾ കാണാം. പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വേറൊരു ടൗണ് കാണാം. ഈ ഭാഗങ്ങളൊക്കെ മല തുറന്നിട്ടൊക്കെയാണ് ആ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ഭാഗത്തിൻ്റെ നമുക്കൊരു കോട്ട അവിടെ കാണാൻ പറ്റും. എനിക്കൊന്നും ആ ഒരു കോട്ട അവിടെ ആയിരിക്കാം. ചിലപ്പം വലിയ ടീമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ പാറകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഏറ്റവും ടോപ്പിലാണ് എത്തിയിട്ടുള്ളത്. ടോപ്പിൽ ഇവിടെ ഒരു ബിൽഡിങ് കാര്യങ്ങളുണ്ട്. അതിന് വാഷ്റൂമാണെന്ന് തോന്നുന്നു. നമുക്കവിടെ പോയേക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു കോട്ടൻ്റെ ടോപ്പ് കണ്ടല്ലോ, ആ ഒരു സംഭവത്തിലേക്ക് കയറാമെന്ന് ഒരു കുട്ടി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവന് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കയറുക എന്നുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു എൻട്രൻസ് അങ്ങനെ ഒരു സംഭവം വരുന്നത്. ഇതും അതിൻ്റെ മുകളിൽ ഓല കൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു കോണി മരം കൊണ്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയേക്കാം. ഇങ്ങനെ കയറണം. ഈ ഒരു കോണിയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കയറി വന്ന്. അപ്പോൾ ഈ ഒരു ഇവിടെ കുറച്ചൊരു സിമെൻറ്റ് കൊണ്ട് ഒരു സ്റ്റേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഓല കൊണ്ടാണ്. പിന്നെ അതിൻ്റെ ശേഷം നേരെ വീണ്ടും ഇതിൻ്റെ മുകളിൽ കയറണം. അതേപോലത്തെ ഒരു മരം കൊണ്ടാണ്. അപ്പോൾ നേരെ അതിൻ്റെ മുകളിൽ കയറിയേക്കാം. യെസ്, സോ നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ആ ഒരു കോട്ടൻ്റെ. ഹായ്, മാൻ യുവർ നെയിം? ജൂദ്. ഓക്കെ, ജൂദാണ് നമ്മൾക്ക് ഇങ്ങനെ കയറാൻ പറ്റുന്നത്. കാണിച്ചു തന്നെ ഈ മുകളിൽ ഇതാണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഏറ്റവും ടോപ്പ് വ്യൂ വരുന്നത്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഫുള്ള് മലകളാണ്. നല്ലൊരു എൻഡ് ഉണ്ട്. ഇതൊരു താഴ് ഭാഗം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ ഫാം കാര്യങ്ങളൊക്കെ. ആ റോഡിൽ മല തുറന്ന് ഇങ്ങനെ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ മലകളാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു വ്യൂ ഒരു അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ മുകളിൽ കയറില്ല എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഹോളുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇറങ്ങുന്നുണ്ട്. കുറച്ച് റിസ്ക് പിടിച്ചൊരു വഴിയാണ്. ഇങ്ങനെ ഇറങ്ങണം. ഇതൊക്കെ ഇളകുന്നൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെന്തായാലും വന്ന സ്ഥിതിക്ക് ഇവിടെ വന്ന് കയറി കാണാൻ പറ്റി. ഭയങ്കര രസമായിട്ടുണ്ട്. ഇതാണ് കുറച്ചൊരു ഡേഞ്ചറായിട്ടുള്ളൊരു വേണ്. പ്രോപ്പറായിട്ടൊന്നും വെച്ചില്ല. പക്ഷേ ഇത് തന്നെയാണ് രസം. ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. Someone is coming? Okay. This is your brother? Yeah. എൻ്റെ ബ്രദറും കൂടെ നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സോ യു ഗോയിങ് ദർ? ഓക്കെ, ഐ വിൽ ലീവ്. ഓക്കെ, ഫൈൻ, താങ്ക് യു. സോ അവർ രണ്ടാളും കൂടെ വീണ്ടും അതിൻ്റെ മുകളിൽ കയറാനുള്ള ഒരു പരിപാടിയാണ്. സംഭവം അടിപൊളിയാണ്. അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകണം, കയറാം. അപ്പോൾ ഞാൻ ഈ ഒരു കോട്ടൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ടുണ്ട്. അവിടെ നോക്കുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളി വ്യൂ ആണ്. എന്തായാലും ഈ ഭാഗത്തേക്ക് വരുന്നവർ എന്തായാലും അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ഒരു വ്യൂ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഈ ഒരു കോട്ടൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതെന്താ നമുക്ക് നോക്കാം. ഇത് വരുന്നത് ഓപ്പൺ. ഓക്കെ, ഇതൊരു എംപ്റ്റി റൂമാണ്. ഇവിടെ ഒരു AC ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പണാണ്. നമുക്കിവിടെ കയറി നോക്കാം. അത് കുറച്ച് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ പ്രോപ്പർ പണി കഴിഞ്ഞിട്ടില്ല. ഒരു എംപ്റ്റി റൂമാണ് ഇപ്പോൾ തൽക്കാലം. അങ്ങനെ ഇതിൻ്റെ അപ്പുറത്ത് ആണ് ടോയ്ലറ്റ് വരുന്നത്. മെയിൽ ടോയ്ലറ്റ്. ഈ വാഷ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് നേരെ വരുന്നു. ഈ ബേസിൽ കച്ചറ എടുക്കുന്നുണ്ട്. വെള്ളമില്ല. ഈ ഒരു ട്രാഷ് ബിൻ ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ള് കച്ചറായിട്ട് കിടക്കുന്നുണ്ട്. ഇതിലും വെള്ളമില്ല, ഫ്ലഷിലൊന്നും വെള്ളമില്ല.
ഇവിടെയൊക്കെ അവർ കച്ചറ വെച്ചിട്ടുണ്ട്. എനിക്കിതൊക്കെ നിറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട് ഇവർ ഈ സംഭവങ്ങളൊന്നും ക്ലീൻ ചെയ്തില്ല തോന്നുന്നു. അതേപോലെ താഴത്തൊക്കെ കുറേ കച്ചറ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ടോയ്ലറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു പോരായ്മ കൊണ്ടാണ് ഈ ടോയ്ലറ്റ് വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തില്ല. ഇവർ പ്രോപ്പർ ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇവിടെ വെച്ച ഗ്ലാസും മറ്റു വേസ്റ്റും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അവിടെ ഉണ്ട്. ഇതുവരെയായിട്ട് കുറേ കാലമായിട്ട് അവർ എനിക്ക് തോന്നുന്നത് ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഇത് തോന്നുന്നത്. കാരണം ഇവിടുത്തെ സ്റ്റാഫ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയും മാലിന്യങ്ങൾ ഈ ഒരു വാഷ്റൂമിൽ കെട്ടിക്കിടന്നത്. ഇങ്ങനെ വാഷ്റൂമിൻ്റെ അവിടെ നിന്ന് നമുക്ക് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അതേപോലെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ഏരിയ നിന്നിട്ട് ഇവിടുത്തെ ഒരു വ്യൂ നോക്കാം. വ്യൂ ഫുൾ മലകളുള്ളൊരു വ്യൂ ആണ്. സ്കൈ കാണാം, മേഘങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാം. ഇതിൽ കൂടി ഇങ്ങനെ ഒരു റോഡ് പോകുന്നുണ്ട്. അത് നേരെ ഇങ്ങനെ ഒരു ഹൗസ് നമ്പർക്കാണ് കയറുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ചെറിയൊരു ഒരു റോഡാണ്. നമുക്കിങ്ങനെ നടന്നു പോകാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നടന്നിട്ട് ഈ മലേൻ്റെ അടിയിലൊക്കെ പോകാനൊക്കെ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വില്ലേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അവർ ടോട്ടലി അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നല്ലൊരു പാർക്കിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ഫോറിനേഴ്സും ഇവിടുത്തെ ലോക്കൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഫാമിലീസ് വരുന്നുണ്ട്, കപ്പിൾസ് വരുന്നുണ്ട്, പിന്നെ ബാച്ചിലേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ കുട്ടികൾക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇവിടെ. പക്ഷേ ഇവിടുത്തെ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു നെഗറ്റീവ് പറയുള്ളൂ. ഇവിടുത്തെ ഒരു വാഷ്റൂമിൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത രീതി, ആ ഒരു സംഭവം ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ പ്രോപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ അക്ബർ കൊട്ടാരത്ത്. ബൈ.